തിരുവനന്തപുരത്ത് ഗുളികയിൽ മൊട്ടുസൂചി കണ്ടെത്തിയെന്ന പരാതി വ്യാജം എന്ന് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത ഗുളികയിലാണ് മൊട്ടുസൂചി കണ്ടെത്തിയെന്ന പരാതി ഉയർന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്താണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്ന? അലക്സ്, ഉന്മേഷ, ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിതുര മേമല ഉരുളുകുന്ന് സ്വദേശി വസന്തയ്ക്ക് ശ്വാസമുട്ടലിനെ തുടർന്ന് വിതുര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ഫാർമസിയിൽ നിന്ന് നൽകിയ മരുന്നിൽ ഗുളികയ്ക്കുള്ളിൽ മുട്ടുസൂചി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. ആ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു. മൊബൈൽ ഫോണിലെടുത്ത ദൃശ്യങ്ങളാണ് അത് വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു. ആ ട്യൂബ്, അതായത് ആ ക്യാപ്സ്യൂൾ തുറക്കുന്നത്, ആ ക്യാപ്സ്യൂളിനുള്ളിൽ മുട്ടുസൂചി ഇരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. വസന്ത പറഞ്ഞത് 2 ഗുളിക താൻ കഴിച്ചു, ബാക്കി 3 ഗുളിക താൻ പൊട്ടിച്ചു നോക്കി. അതല്ലാതെ 1 ഗുളിക കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ 6 ഗുളികകളാണ് നൽകിയത്. ആ 1 ഗുളിക കൂടി ഉണ്ടായിരുന്നു, താൻ പൊട്ടിക്കാതെ മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞത്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ ആശുപത്രിയിലും അതുപോലെ വിതുര പോലീസിലുമൊക്കെ ഇവർ പരാതി നൽകിയിരുന്നു. ഇത് ആരോഗ്യവകുപ്പിനും ഈ പരാതി എത്തി. തുടർന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും DMO അടക്കമുള്ള സംഘം വസന്തയുടെ വീട്ടിലെത്തി ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുകയും പരിശോധിക്കുകയും ചെയ്തു. അവരുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ആ ടാബ്ലറ്റ് അടക്കം അവർ കൊണ്ടുവന്നു. ബാക്കി സ്റ്റോക്ക് പരിശോധിക്കുകയും ചെയ്തു. അത്തരത്തിൽ കൃത്യമായ പരിശോധന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ആരോഗ്യവകുപ്പ് എത്തുന്നൊരു നിഗമനം, ഈ പരാതി വ്യാജം എന്ന നിഗമനത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് എത്തുന്നത്. കാരണം ആ ബാക്കിയുണ്ടായിരുന്ന ഒരു ടാബ്ലറ്റിൽ ഇത്തരത്തിലൊരു മുട്ടുസൂചി ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഈ സൂചിയുടെ അറ്റം മാത്രം തുരുമ്പെടുത്ത നിലയിലാണ്, അതായത് ആ ലഭിച്ച മുട്ടുസൂചി അതിൻ്റെ അറ്റം തുരുമ്പെടുത്ത നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇവർ ഗുളിക കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ആ ദിവസം തന്നെ, അതായത് ADHSും അതുപോലെ DMO അടക്കം അവിടെ എത്തിയ ദിവസം തന്നെ വസന്തയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് എക്സ്റേ അടക്കം എടുത്ത് പരിശോധിച്ചിരുന്നു. അതിലൊന്നും ഇത്തരത്തിൽ ഇരുമ്പിൻ്റെ അംശങ്ങൾ, അതായത് ഈ കഴിച്ച ഗുളികയിലൊന്നും ഈ മുട്ടുസൂചി ഉണ്ടായിരുന്നതായി കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ആരോഗ്യവകുപ്പ് നോക്കുന്നത്. അതിന് വിശദമായ അന്വേഷണം വേണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഇപ്പോൾ ഹെൽത്ത് സർവീസിന്റെ ഡയറക്ടർ DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പുറത്ത് വന്നപ്പോൾ തന്നെ ചില പൊതുപ്രവർത്തകരും DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. എന്നാണെങ്കിൽ പോലീസാണ് അതിന്റെ ഈ ചുരുൾ ഇനി അഴിക്കേണ്ടത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.